വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്കുവരട്ടിയാണ് ചെയ്ത് കാണിക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാതെ ചെയ്തെടുക്കുന്ന രീതിയാണ്. അതുകൊണ്ട് രാവിലെ വെച്ച് കഴിഞ്ഞ് ഈവനിങ് സമയമാകുമ്പോഴത്തേന് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും വളുപ്പ് ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. ഒരേ മെത്തേഡിൽ നോൺ സ്റ്റിക്ക് പാനിൽ സാധാ കടയിലും ചെയ്ത റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുകൂടെ കാണിക്കുന്നുണ്ട്. 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കണം, അതായത് ഒരുപാട് വലിപ്പമില്ലാതെ അരിഞ്ഞെടുക്കണേ. വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടായിട്ട് കടുകിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയുടെ ചേർക്കുക. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഉരുളക്കിഴങ്ങിൽ ഒട്ടും വെള്ളം പാടില്ല. നിങ്ങൾ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുത്ത് തുടച്ചതിന് ശേഷം അരിഞ്ഞെടുക്കുക. ആദ്യമേ ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ആ എണ്ണ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണേ. അതിന് ശേഷം ഒന്ന് ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 1/4 ഭാഗം വേവിച്ചെടുക്കണേ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട്. ഇത് നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്തത് കാരണം ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. ഇതിലിപ്പോൾ ഉപ്പ് ഒന്നും ചേർക്കരുത്. നോൺ സ്റ്റിക്ക് പാത്രം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ ഉപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഒട്ടിയൊന്നും പിടിക്കത്തില്ല. ഉപ്പ് ചേർത്താൽ ആദ്യമേ ഒന്ന് ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു 1/4 ഭാഗത്തോളം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. സൈഡൊക്കെ ലൈറ്റായിട്ട് ഒട്ടാനും തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഇനി ഉപ്പ് ചേർക്കണം ആവശ്യത്തിനുള്ള. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി ഒരല്പം ചേർക്കണേ. അപ്പോൾ ടേസ്റ്റ് കൊണ്ടും കളറ് കൊണ്ടും എല്ലാം നല്ലതായിരിക്കും. ഈ പൊടിയെല്ലാം ചേർത്ത് ആദ്യമേ ഒന്ന് നന്നായിട്ട് ചേർത്തിളക്കണേ. നന്നായിട്ടൊന്ന് ഈ പൊടിയെല്ലാം ഒന്ന് ചേർത്തിളക്കിയതിന് ശേഷം ഒരു ഇടിച്ച ഐറ്റം ചേർക്കാനുണ്ട്. അത് ഈ കൂടെ തന്നെയാണ് ചേർക്കേണ്ടത്. ഇടിച്ചെടുക്കാം. ഇനി ഒരു ഇടിക്കല്ലിലോ ഇല്ലെങ്കിൽ അമ്മിക്കല്ലിലോ ഒരു 3-4 വറ്റൽമുളക് എടുക്കുക. നല്ലവണ്ണം ഒന്ന് ഇടിച്ചെടുക്കുക. ഇനി 1 സ്പൂൺ പെരുംജീരകമാണ് ചേർക്കുന്നത്. ആദ്യമേ ഡ്രൈ ആയിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം. നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 7-8 വെളുത്തുള്ളി ചേർക്കുക. ആദ്യമേ വെളുത്തുള്ളി ചേർത്ത് ഇടിച്ചു കഴിഞ്ഞാൽ പെരുംജീരകം ഒന്നും നല്ലവണ്ണം ചതയത്തില്ലേ. ഇനി കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കുക. നല്ലവണ്ണം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത സമയത്ത് തന്നെ ഇതുകൂടെ ചേർക്കുക. ഇനി സവാളയാണ് ചേർക്കുന്നത്. കനം കുറഞ്ഞ് അരിഞ്ഞിരിക്കണം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നുകിൽ മൂടി വേവിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിരത്തിയിട്ട് മുരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്തത് കാരണം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് നല്ലവണ്ണം സോഫ്റ്റായിട്ട് ഉരുളക്കിഴങ്ങ് വേണോ എന്നുള്ളവർക്ക് ലൈറ്റായിട്ട് വെള്ളം തളിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. ഇങ്ങനെ നിരത്തിയിട്ട് തന്നെ. ഉരുളക്കിഴങ്ങൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. കടായിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. ആ വെളുത്തുള്ളിയും പെരുംജീരകവും കറിവേപ്പിലയും ഒക്കെ ഇടിച്ച് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. കൂടാതെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതേ മെത്തേഡ് തന്നെ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രത്തിലും ചെയ്തത് കാണിക്കാമേ. അതാണ് കൂടുതൽ കാണാൻ കുറച്ചുകൂടെ നല്ലൊരു ലുക്കാണ്. അതുപോലെ തന്നെ നല്ലവണ്ണം കുറച്ചുകൂടി മുരിഞ്ഞ് കിട്ടുകയും ചെയ്യുവേ. 2 പാത്രത്തിൽ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഒരുപോലെ ആയിരിക്കും. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനുള്ള പണി കുറവും കാണാനൊരു ഭംഗിയും നോൺ സ്റ്റിക്കിലായിരിക്കുമേ. നോൺ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് ഇളക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുള്ള ടെൻഷനും കുറയും. ഇത് കാണുന്നവരൊക്കെ ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറന്നു പോലെ. ഒരുപാട് സ്നേഹത്തോടു കൂടി. താങ്ക് യു ഫോർ വാച്ചിങ്.